ഹലോ അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, എൻ്റെ നാട്ടിലെ പ്രകൃതി രമണീയമായ നല്ല ഒരു പുഴയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അടിപൊളിയാണ്. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാനും എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ കൂട്ടുകാരത്തികളൊക്കെ പോയിട്ട് ഞങ്ങൾ ചാടി കുളിച്ചിരുന്നൊരു പുഴയാണിത് കേട്ടോ. അടിപൊളി പുഴയാണ്. ഇനി നമുക്ക് വെള്ളത്തിന് ദാഹിച്ചാൽ വെള്ളം കുടിക്കാൻ പറ്റും. അതേപോലത്തെ അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് പുഴയിൽ വെള്ളം വന്നു. അന്ന് ഒന്നിച്ചാണ് വന്നത്. ഫസ്റ്റ് മഴ പെയ്തിട്ട് വെള്ളം വരികയാണെങ്കിൽ കുണ്ടും കുഴിയൊക്കെ ഇങ്ങനെ തൂർന്ന് നിറഞ്ഞിട്ടാണ് താഴത്തേക്ക് എത്തുമ്പോൾ നമുക്കറിയും. ആദ്യം കുറച്ച് കലങ്ങിയ വെള്ളമാണ് വരിക, അതിനുശേഷം പിന്നെ ഇങ്ങനെ നിറഞ്ഞാണ് വരിക. ഫസ്റ്റ് മഴ പെയ്ത് വരുന്ന വെള്ളത്തിൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇത് ഞങ്ങൾ പോയെന്ന് ഫസ്റ്റ് വെള്ളം വരികയല്ല, ഞങ്ങൾ നല്ല ചാടി കുളിക്കുന്ന സമയത്താണ് കേട്ടോ. പുഴയിൽ ഒന്നായിട്ട് വെള്ളം വന്നു. അല്ലാ, ഞങ്ങൾ പേടിച്ചിട്ടോ. നല്ലോണം വെള്ളം വന്നു. അന്നിൻ്റെ ചെരുപ്പ്, സോപ്പ്, ഡ്രസ്സുകളൊക്കെ കുറേ വെള്ളത്തിൽ കൂടെ പോയിട്ടോ. ചെറുപ്പകാലത്ത് എല്ലാവരും കുറേ ഇടങ്ങാറായിട്ടല്ലേ ജീവിക്കുക. അന്നൊക്കെ നല്ലൊരു ചെരുപ്പ് കിട്ടാനും മോഹിച്ചിരുന്ന കാലമായിരുന്നു. പക്ഷെ എന്തു പറയാനാ, ആ ചെരുപ്പ് പോയി. എന്നാലും അൽഹംദുലില്ലാ ആ വെള്ളത്തിൽ കൂടെ ഞാൻ പോയില്ലല്ലോ. ഞാനിപ്പോഴും വീട്ടിൽ ചെന്നാൽ പോകുമ്പോൾ ആ ഒരു കാര്യം അമ്മച്ചിനോട് പറയും കേട്ടോ. മാത്രമല്ല, എൻ്റെ കൂടെ ഞങ്ങളെ കുടുംബക്കാരും അയൽവാസികളൊക്കെ അന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ ഇമ്മയും ജ്യേഷ്ഠത്തി അവരൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എൻ്റെ കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരിപ്പോഴും പറയട്ടോ, അന്ന് നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്രാമത്തെ ആണ്ടായിരിക്കില്ലേ, അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പോയിൻ്റെ അടുത്ത് താമസിക്കണമെങ്കിൽ എല്ലാവരും നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. മക്കളെയൊന്നും ഈ മഴക്കാലത്ത് പുഴയിലേക്ക് പറഞ്ഞു വിടരുത്. കാരണം അത്രക്ക് ദമ്മിലായിരിക്കും ഇപ്പോൾ വെള്ളം വരിക. കാരണം എന്താ വെച്ചാൽ മഴ പെയ്ത് കുണ്ടും കുഴിയൊക്കെ തൂർന്ന് നിറഞ്ഞ് നിൽക്കണം ആ ഒരു ടൈമാണല്ലേ. എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നൊരു കാര്യം, എത്ര നീന്താൻ വഹിച്ചാൽ ഇതുപോലത്തെ ഇങ്ങനെ പതെല്ലാം കുണ്ടിൽ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടൂല കേട്ടോ. അതിൽ കൂടെ നമ്മളങ്ങോട്ട് ആ കുണ്ടിൽ കൂടെ അങ്ങോട്ട് പോവും. അപ്പോൾ നല്ലോണം എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങളെ ചോക്കാട് പഞ്ചായത്ത് കല്ലാമൂല എന്ന് പറയുന്ന സ്ഥലത്തുള്ള മരുതങ്കാട് പുഴയിലെ വെള്ളമാണ് കേട്ടോ ഇത്. ഈ ഒരു വെള്ളത്തിന് പ്രത്യേകത ഉണ്ട്. നല്ല ഐസ് പോലത്തെ വെള്ളമാണ്. മാത്രമല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ദാഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വെള്ളം കുടിക്കാം. അത്രയ്ക്ക് രസമുള്ള വെള്ളമാണ്, അത്രയ്ക്ക് നിറമില്ല വെള്ളമാണ് കേട്ടോ. പിന്നെ ഇതിൽ കൂടെ നല്ല പാറക്കല്ലുകളാണ് ഉള്ളത്, അല്ലാതെ മണ്ണ് പുഴ അല്ലെങ്കിൽ മണൽ പുഴയൊന്നും അല്ല കേട്ടോ. നല്ല പാറക്കല്ലുകളാണ്. അത് കാരണം നമുക്ക് ആ പാറൊക്കെ കണ്ട് ആസ്വദിച്ച് കുളിച്ചാനും കുടിക്കാനും പറ്റണ നല്ലൊരു പുഴ വെള്ളമാണ് കേട്ടോ ഈ ഒരു വെള്ളം. അപ്പോൾ ഈ നാട് എൻ്റെ നാട്ടിലാണ് കേട്ടോ ഈ ഒരു പുഴയുള്ളത്. കാണാത്തവർക്കൊക്കെ കാണാം. മാത്രമല്ല, ഇവിടെ നല്ലൊരു ചിങ്കക്കല്ല് എന്ന് പറയുന്ന കല്ലുണ്ട് കാണാം. മക്കളെ, അത് കാണാൻ കുറേ ദൂരത്ത് നിന്നൊക്കെ ആളുകൾ വരാറുണ്ട് കേട്ടോ. നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നങ്ങോട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ ശരി, നാളെ കാണാം. എല്ലാ കൂട്ടുകാരുടെ അസ്സലാമു അലൈക്കും. അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ.